ആദിത്യ L1 അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ആ ദൗത്യം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ പ്രജിൻ സി കണ്ണനുണ്ട് എക്സ്പ്ലെയിനറുമായി. പ്രജിൻ, എന്താണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത? വേണു, നമ്മളൊരു ചരിത്ര നിമിഷത്തിന് തൊട്ടരികെയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ തയ്യാറാക്കിയ ഒരു സ്പേസ് ഷിപ്പിലാണ്. അതായത് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ചരിത്ര മുഹൂർത്തം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെയൊക്കെ മാത്രമേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സ്പേസ് ഷിപ്പിൽ നിന്നും എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഈ ചരിത്ര മുഹൂർത്തം, എന്താണ് ഈ ലഗ്രാഞ്ച് പോയിന്റ്, എവിടേക്കാണ് ആദിത്യ L1ന്റെ യാത്ര, അവിടെ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ആദിത്യ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൂര്യനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൂര്യനിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ആദിത്യ L1 ഉള്ളത്. അല്പസമയത്തിനകം ആ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കും. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു പ്രത്യേക ദൂരത്തിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. അതിൻ്റെ പേര് ലഗ്രാഞ്ച് പോയിന്റ് എന്നാണ്. എന്താണ് ആ പോയിന്റിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അതിനെ തെരഞ്ഞെടുത്തത്, എന്തിനാണ് അവിടെ നിന്നുകൊണ്ട് പരീക്ഷണം നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. L1 എന്ന് പറയുന്ന ആ ഡിനോട്ട് ചെയ്തിരിക്കുന്ന മേഖല, അതിനെയാണ് നമ്മൾ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയാം. സൂര്യനും ഭൂമിക്കും ഇടയിൽ ഉള്ള ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ ദൂരം, ആ ദൂരത്തിലാണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് 1 സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ, അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൂരം അത് 15 കോടി കിലോമീറ്റർ. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള നേർരേഖാ ദൂരമാണ് 15 കോടി കിലോമീറ്റർ. അത്രയും ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആദിത്യ L1 യാത്ര ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലേക്ക് മാത്രമാണ്. അവിടെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പോയിന്റ് ഉള്ളത്. അവിടെ നിന്നുകൊണ്ടാണ് ആദിത്യ L1 എന്ന പേടകം ഇനി പരീക്ഷണങ്ങൾ നടത്തുക, പഠനങ്ങൾ നടത്തുക. ഇനി എന്തിനാണ് ഇങ്ങനൊരു പഠനം, എന്താണ് ആദിത്യ L1 പഠിക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. സൂര്യനെ കുറിച്ച് ഇനിയും അറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അതിനെ അടുത്ത് ചെന്ന് പഠിക്കുക, ഭൂമിയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കുക. അതിനാണ് കുറച്ചുകൂടി അടുത്തേക്ക് പോയി സൂര്യനെ നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, സൂര്യന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക, ഈ പറയുന്ന പേടകങ്ങളെല്ലാം കത്തിപ്പോകില്ല എന്ന് ചോദ്യം വരും. എന്നാൽ അതിനും ISROയ്ക്ക് ഉത്തരവുണ്ട്. അല്ലെങ്കിൽ ISRO മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ, നാസ പോലുള്ള ഏജൻസികൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. വിജയകരമായി ഇപ്പോഴും പഠനങ്ങൾ നടത്തുന്നുമുണ്ട്. ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റിൽ തന്നെ അവർക്ക് പേടകങ്ങൾ ഉണ്ട് താനും. അതായത് വളരെ ശക്തമായ താപ പ്രതിരോധ മാർഗങ്ങളുള്ള പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പേടകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യന്റെ ഈ പറയുന്ന പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അതിലെ ഉപകരണങ്ങളെ പൊതിഞ്ഞുകൊണ്ട് അതിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കുക, 5 വർഷത്തേക്കാണ് ആദിത്യ L1ന്റെ ഈ ദൗത്യ കാലാവധി എന്ന് പറയുന്നത്. 5 വർഷം ഇനി വീണ്ടും അവിടെ നിന്നുകൊണ്ട് സൂര്യനെ ഒരേ സമയം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതെങ്ങനെ സാധ്യമാകുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമ്മൾ പോകുന്നത് ലഗ്രാഞ്ച് പോയിന്റ് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ നമ്മൾ യാത്ര ചെയ്ത ദൂരം 15 ലക്ഷം കിലോമീറ്റർ മാത്രമാണ്. അതാണ് ഈ പറയുന്ന L1. ഭൂമിക്കും സൂര്യനുമിടയിൽ ഇങ്ങനെ 5 പോയിന്റുകളുണ്ട്, 5 ലഗ്രാഞ്ച് പോയിന്റുകളുണ്ട്. L1, L2, L3, L4 and L5 ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് ഈ പോയിന്റുകളുടെ പ്രത്യേകത? ഇതിന് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നടന്നു പോകുന്നു, നമുക്കിങ്ങനെ നടന്നു പോകാം. പക്ഷേ നമ്മളെ പിറകിൽ നിന്ന് ഒരാൾ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ആ സാധാരണമായി രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ബലം നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ട്. അതിനാൽ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് വേണം നമുക്ക് മുന്നോട്ട് നടക്കാൻ. ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ നിന്നും ഒരു പേടകത്തെ മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമി അതിനെ താഴേക്ക് പിടിച്ചു വലിക്കും. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ പറയാം. അങ്ങനെ ബഹിരാകാശത്തേക്ക് പോകുന്ന എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ഒബ്ജക്റ്റിനും മേൽ ഭൂമിക്കൊരു ബലപ്രയോഗമുണ്ട്. അതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് എന്ന് പറയാം. ഇത് ഭൂമിക്ക് മാത്രമല്ല, സൂര്യനുമുണ്ട്, മറ്റ് ഈ പറയുന്ന ഗോളങ്ങൾക്കെല്ലാം ഉണ്ട് അങ്ങനെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ബഹിരാകാശത്തേക്ക് വരികയാണെങ്കിൽ അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലം, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ നോക്കുക, സൂര്യനടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരികയാണ്. സ്വാഭാവികമായിട്ടും സൂര്യന്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാവും. ഭൂമിയിൽ നിന്ന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാവും. അങ്ങനെ 2 ബലങ്ങൾ ഒരു ഒബ്ജക്റ്റിൽ പ്രയോഗിക്കപ്പെടും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ 2 ബലങ്ങളും ഒരുപോലെ വരികയും എവിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറുകയും ചെയ്യും. അതായത് ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന അപ്പോഴത്തെ ബലം 0 ആയിരിക്കും. കാരണം ഭൂമിയിൽ നിന്നുള്ളൊരു വലിവുണ്ട്, സണ്ണിൽ നിന്നുള്ളൊരു വലിവുണ്ട്. അങ്ങനെ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഇതിന്
ബലം 0 ആയി മാറും. അത്തരം പോയിന്റിലാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയി മാറുന്ന പോയിന്റുകളെ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നു. അങ്ങനെ ഭൂമിക്കും സൂര്യനും ഇടയിൽ 5 വ്യത്യസ്ത പോയിന്റുകളുണ്ട്. അതിനെയാണ് L1, L2, L3, L4 and L5 എന്ന് മാർക്ക് ചെയ്യപ്പെടുക. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ, ഒന്ന് നമുക്കറിയുന്ന യൂളർ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ്, മറ്റൊന്ന് ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ഈ പറയുന്ന പേര് ലഗ്രാഞ്ച് എന്ന് പറയുന്ന ആൾ, അതായത് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ആ പേരിൽ നിന്നാണ് ലഗ്രാഞ്ച് എന്ന് പറയുന്ന പേര് ഈ പോയിന്റുകൾക്ക് നൽകിയത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ മറ്റ് ബലങ്ങളൊന്നുമില്ലാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് കുറേ നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും ഒരു ഒബ്ജക്റ്റിനെ, ഒരു പേടകത്തെ അയക്കുക, സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിന് ഫ്യൂല് വേണം. ആ ഫ്യൂല് കത്തിച്ചിട്ടാണ് ഇവിടുന്ന് ഇടുന്നത്. റോക്കറ്റുകളുടെ പ്രവർത്തനങ്ങളും ത്രസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മുമ്പേ കേട്ടിട്ടുണ്ട്. കാരണം ചന്ദ്രയാൻ 1, 2, 3 ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും അതാണ്, ഒരു പേടകം അങ്ങോട്ട് പോകുന്നു, അതിൽ ഈ പറയുന്ന എഞ്ചിനുകളുണ്ട്, മോട്ടാറുകളുണ്ട്. പക്ഷേ എന്താണ് ഗുണം? ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭൂമിയുടെയോ സണ്ണിൻ്റെയോ ബലമില്ല, 0 ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഫ്യൂൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കാലം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ആ പേടകത്തിന് എന്നുള്ളതാണ്. അവിടെയാണ് ISROയുടെയും ഈ പറയുന്ന ശാസ്ത്രജ്ഞരുടെയും ഈ ഫിസിക്സിന്റെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ബ്രൈറ്റ് ആയിട്ടാണ്, എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന L1-ൽ ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഫ്യൂൽ കത്തിച്ചുകൊണ്ട് 5 വർഷക്കാലത്തേക്ക് സൂര്യനെ പഠിക്കാം എന്നത് ഒരു ഗുണം. ഇനി മറ്റൊന്നും കൂടിയുണ്ട്. നോക്കുക, നമുക്കറിയാം ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്, അതിൻ്റെ ആ ഉപഗ്രഹമുണ്ട്, അത് ചന്ദ്രനാണെന്ന് നമുക്കറിയാം. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 3.6 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രന്റെ സ്ഥാനമെന്ന് നമ്മൾ അറിയാം. ഭൂമിയെ ചന്ദ്രൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ എത്തി എന്ന കൺഫർമേഷൻ ഇപ്പോൾ ISRO നൽകുന്നുണ്ട്. ഇത് ചരിത്ര മുഹൂർത്തമാണ് വേണു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. ഏറ്റവും ആദ്യമായി ഈ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ഒരു പേടകം അത് സൂര്യനെ പഠിക്കാൻ അതിനടുത്തേക്ക് നീങ്ങിയിരിക്കുന്നു. 15 ലക്ഷം കിലോമീറ്ററിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നുകൊണ്ട് ഇനി ഒരു ഹാലോ ഓർബിറ്റിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അടുത്ത 5 വർഷക്കാലത്തേക്ക് സൂര്യനെ പഠിക്കാൻ പോവുകയാണ്. എല്ലാ വെല്ലുവിളികളും വിജയിച്ചുകൊണ്ടാണ് ഈ നേട്ടം എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇനി പഠനങ്ങൾ നടത്താൻ പോകുന്ന ഉപകരണങ്ങൾ, ആദിത്യ L1-ലെ 7 പേലോഡുകൾ എന്നാണ് നമ്മൾ ഡിവൈസുകളെ പറയുക, അതെല്ലാം തദ്ദേശീയമായി ഇന്ത്യയിൽ വികസിപ്പിച്ചവയാണ് എന്നുകൂടി അറിയുമ്പോൾ ISROയുടെ മേന്മ ഒന്നുകൂടി വലുതാവുന്നു. ചന്ദ്രയാൻ പദ്ധതിയുടെ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആദിത്യ L1 എന്ന് പറയുന്ന ഈ പ്രോജക്റ്റും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും പുതിയ വിവരങ്ങൾ അത് പങ്കുവച്ചുകൊണ്ടേയിരിക്കും. 15 ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും സൂര്യനെ കുറിച്ച് പഠിച്ചാണ് ആദിത്യ L1 അതിൻ്റെ വിവരങ്ങൾ ഭൂമിയിലേക്ക്, ഇന്ത്യയിലേക്ക് അയക്കാൻ പോകുന്നത്. വീണ്ടും നമ്മൾ തെളിയിക്കുന്നു, ഇന്ത്യ തെളിയിക്കുന്നു, ISRO തെളിയിക്കുന്നു, നമ്മൾ ബഹിരാകാശ ശാസ്ത്ര ലോകത്ത് ഒരു വലിയ ശക്തിയാണെന്ന് തെളിയിക്കുന്നു. ഇത് ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു നാഴികക്കല്ലാണ്. ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആദ്യമായി ഇന്ത്യയിൽ നിന്നും സൗരപഠനത്തിനായി അങ്ങോട്ട് ചെന്ന് സൂര്യന്റെ അടുത്തേക്ക് ചെന്ന് പഠിക്കുന്ന ഒരു ദൗത്യം വിജയകരമായി ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നു, ISRO നടപ്പിലാക്കിയിരിക്കുന്നു. ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ നിന്നുകൊണ്ട് അതിലെ ഒരു ഹാലോ ഓർബിറ്റിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അടുത്ത 5 വർഷക്കാലം, അതായത് ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ പഠിക്കാൻ പോവുകയാണ് ISRO. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. നമുക്കറിയാം, ഇങ്ങനെ തീ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തീഗോളമാണ് സൂര്യൻ. നമുക്കറിയാം, ഈ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന കാന്തിക വികിരണങ്ങൾ, ഒപ്പം താപ വികിരണങ്ങൾ, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക. അത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിൻ്റെ സ്വഭാവം എന്ത് എന്ന് കുറച്ചുകൂടി അകലേക്ക് മാറിക്കൊണ്ട് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് എക്സിൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഇതാ ഈ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ രീതിയിലായിരിക്കും ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ ആദിത്യ L1 എന്ന പേടകം ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുക അടുത്ത 5 വർഷക്കാലം. ഈ പറയുന്ന മേഖലയെല്ലാം തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് 0 ആയിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സൺ 0 ആയിരിക്കും. അങ്ങനെ 0 ആയി മാറിയ ആ മേഖലയിൽ വളരെ കുറച്ച് മാത്രം ഫ്യൂൽ ജ്വലിപ്പിച്ചുകൊണ്ട്, ഇന്ധനം ലാഭിച്ചുകൊണ്ട് 5 വർഷക്കാലം ചുറ്റിക്കറങ്ങാൻ ഈ പേടകത്തിന് സാധിക്കും. അതാണ് ഇപ്പോൾ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. L1 എന്ന് പറയുന്ന ആ പോയിന്റിൽ ആദിത്യ L1 എത്തിയിരിക്കുന്നു. വിജയവാർത്ത പ്രേക്ഷകരെ അറിയിച്ചത്, ലോകത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എക്സ്പോസ്റ്റ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നു. ഇനിയുള്ള
വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പുതിയ വിവരങ്ങൾ ആദിത്യ L1 പങ്കുവച്ചുകൊണ്ടേയിരിക്കും. 7 പേലോഡുകൾ, 7 വ്യത്യസ്ത പേലോഡുകൾ, സൂര്യനെ കുറിച്ച് പഠിക്കുന്ന 7 വ്യത്യസ്ത പേലോഡുകൾ ഈ ഡിവൈസിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെൽക്ക് എന്ന് പറയുന്ന ഒരു പേലോഡ്. വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് എന്ന് പറയുന്ന വെൽക്ക് എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്. മറ്റൊന്ന് സ്യൂട്ട് എന്ന് പറയും, SUIT എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. SUIT എന്നാൽ സോളർ അൾട്രാ വയലറ്റ് ഇമേജ് ടെലിസ്കോപ്പ് എന്നാണ്. അതൊരു ഇമേജിംഗ് ടെക്നിക്കാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രം കൂടി പ്രേക്ഷകരെ കാണിച്ചു തരാം. അതൊരു ഇമേജിംഗ് ടെലിസ്കോപ്പാണ്, ഒരു ക്യാമറ എന്ന് പറയാം. പക്ഷേ അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ദൂരത്ത് നിന്ന് തന്നെ സൂര്യനെ പകർത്തിയ ഒരു ടെലിസ്കോപ്പാണ്. ഈ പോകുന്ന പോക്കിലൊക്കെ, അതായത് ഈ 15 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ സൂര്യൻ്റെ ഒരുപാട് പടങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ ആ ടെലിസ്കോപ്പ് പകർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും ഒടുവിൽ വന്ന ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. സ്യൂട്ട് എന്ന് പറയുന്ന പേലോഡ് എടുത്ത സൂര്യന്റെ ചിത്രങ്ങൾ അത് നിർണായകമാണ്. പഠനങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. പ്രജിൻസി കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനേഷ് മൂർത്തിയും ചെന്നൈയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അങ്ങനെ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ലഗ്രാഞ്ച് 1 പോയിന്റിൽ ആദിത്യയെ വിജയകരമായി എത്തിച്ചുവെന്ന് ISRO അറിയിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയത് 4 മാസത്തിലധികം നീണ്ട യാത്രയ്ക്കൊടുവിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടത്തിൻ്റെ മുഹൂർത്തമാണ്. പ്രധാനമന്ത്രി ഇതിനോടുള്ള പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി 5 വർഷവും 2 മാസവുമാണ് ഈ ദൗത്യത്തിൻ്റെ കാലാവധി. നിർണായക ഘട്ടത്തിലേക്കാണ് ആദിത്യ L1 എത്തിയിരിക്കുന്നത്. ഈ ലഗ്രാഞ്ച് 1ന്റെ പ്രത്യേകത പ്രജിൻസി കണ്ണിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇനി മറ്റ് ആകാശഗോളങ്ങളുടെ ഒന്നും മറയില്ലാതെ സൂര്യനെ നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള ദൗത്യത്തിൻ്റെ ഭാഗമാകുകയാണ് ISROയും ഇന്ത്യയും. മനേഷ് മൂർത്തി ചേരുന്നു വിവരങ്ങളുമായി. മനേഷ്, ISRO ആണോ അതോ പ്രധാനമന്ത്രിയാണോ ആദ്യം ഇതിൻ്റെ സ്ഥിരീകരണ വാർത്ത പുറത്തുവിട്ടത്? കാരണം ആദ്യം ആര് എന്ന കാര്യത്തിൽ അടക്കം സസ്പെൻസ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം ലോകത്തോട് പങ്കുവച്ചത്. ISROയുടേതായിട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പ്രധാനമന്ത്രി തന്നെ അത് ലോകത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പോസ്റ്റ് തന്നെയാണ് പ്രധാനമന്ത്രിയുടേത്. എന്തായാലും 4 മാസം നീണ്ട ആ ഒരു യാത്ര അത് വളരെ ശ്രമകരമായ ഒരു യാത്ര തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ISRO വളരെ കൃത്യമായി തന്നെ ബംഗളൂരുവിലെ പീനയിലുള്ള കൺട്രോൾ സെന്ററിൽ ഇരുന്നുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഓരോ നീക്കങ്ങളും ഈ പറഞ്ഞ ആദിത്യ L1ന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി പഠിച്ച് എവിടെയാണ് കറക്ഷൻ വേണ്ടത് അത് വളരെ കൃത്യമായി തന്നെ ചെയ്ത്, അതായത് 4 മാസങ്ങൾ ഇത് കൃത്യമായി തന്നെ ഇതിനെ ഫോളോ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഈ വിജയം കൈവരിക്കാൻ സാധിക്കൂ. അത് സൂര്യനിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആ രീതിയിൽ തന്നെ വേണം നമുക്കതിനെ പറയാൻ. കാരണം അത്ര ബൃഹത്തായ ഒരു പദ്ധതി തന്നെയായിരുന്നു, ദൗത്യം തന്നെയായിരുന്നു, അത്ര ഒബ്സർവേഷൻ വേണ്ട ഒരു പദ്ധതി തന്നെയായിരുന്നു. വളരെ കൃത്യമായി തന്നെ എന്തായാലും ISRO വിജയിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വർഷം നീണ്ട പഠനം. ഇനി ആദിത്യ L1 സൂര്യന് സമീപത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് എന്തായാലും സൂര്യനെ കുറിച്ച് പഠിക്കും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും സൂര്യനിൽ നിന്നുള്ള വളരെ വേഗത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. 7 പേലോഡുകൾ, പ്രജിൻസി കണ്ണൻ സൂചിപ്പിച്ചതുപോലെ 7 പേലോഡുകളാണ്. ആ ഓരോ പേലോഡുകൾക്കും വളരെ കൃത്യമായ ദൗത്യങ്ങളുണ്ട്. അതിൽ 3 എണ്ണം പഠിക്കുക ഈ ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചാണ്. ബാക്കി 4 എണ്ണം സൂര്യനെ നേരിട്ടും, അതായത് ഈ ലഗ്രാഞ്ച് 1 പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രഹങ്ങളുടെയും മറയില്ലാതെ കൃത്യമായി സൂര്യനെ നേരിട്ട് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പോയിന്റിൽ തന്നെ കൃത്യമായി തന്നെ ആദിത്യ L1 എത്തിക്കണം എന്നുള്ള ഒരു കാര്യം എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ISRO തീരുമാനിച്ചതും അതിന് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതും ആ ദൗത്യം ഇപ്പോൾ വിജയകരമായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തത്. എന്തായാലും പ്രധാനമന്ത്രി ലോകത്തെ അറിയിച്ചിരിക്കുന്നു, ആദിത്യ L1 വിജയകരമായി ഈ പറഞ്ഞ ലഗ്രാഞ്ച് 1 പോയിന്റിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ തന്നെ അവിടെ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ, അതായത് ഈ വർഷം തുടങ്ങി 2024 തുടങ്ങി രണ്ടാമത്തെ വിജയകരമായ ഒരു ദൗത്യം. അത് നേരത്തെ വിക്ഷേപിച്ചതാണ് എങ്കിൽ കൂടിയും അതിന്റെ വിജയം എന്തായാലും 2024 ജനുവരിയിൽ തന്നെ ആഘോഷിക്കാൻ, അഭിമാനത്തോടു കൂടി ആഘോഷിക്കാൻ എന്തായാലും ISROയ്ക്കും ഇന്ത്യക്കും സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അങ്ങനെ 2 പദ്ധതികൾ തുടരെ വളരെ വിജയകരമായി തന്നെ എന്തായാലും ISRO പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ വർഷം 2024 നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഗഗൻയാൻ മിഷൻ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള 12 മിഷനുകൾ, 12 ദൗത്യങ്ങളാണ് എന്തായാലും ISRO ഈ വർഷം പ്ലാൻ ചെയ്യുന്നത്. അതിലേക്കുള്ള ഒരു ഊർജ്ജം പകരൽ കൂടിയാണ് എന്തായാലും ഇത്തരം വിജയങ്ങൾ എന്ന് നമുക്ക് പറയാം. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും നമുക്ക് വളരെ വേഗത്തിൽ ആദിത്യ L1 എത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സൂര്യന്റെ മാത്രമല്ല, ഈ ലഗ്രാഞ്ച് 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ആ വിവരങ്ങളും നമുക്ക് എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ആദിത്യ L1. 4 മാസം നീണ്ട ആ ഒരു ദൗത്യം ഇപ്പോൾ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ആദിത്യ L1 വിജയകരമായി അതിന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയാണ്
പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുക. പ്രധാനമന്ത്രിയാണ് ഈ വിജയവാർത്ത ലോകത്തെയും രാജ്യത്തെയും അറിയിച്ചത്. ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തത്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ശാസ്ത്രജ്ഞരുടെ സമർപ്പണത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിൽ നേടിയ വിജയം. ഈ ഗംഭീര ചുവടുവയ്പ്പിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പ്രജിൻ സി കണ്ണൻ തുടരുന്നുണ്ട്. പ്രജിൻ, ഇനിയിപ്പോൾ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയുന്നു. ഭ്രമണപഥത്തിൽ നിശ്ചിതമായ ഇടത്ത് ഉറപ്പിക്കൽ ആദിത്യ L1 അത് എത്രമാത്രം ശ്രമകരവും വെല്ലുവിളി നിറഞ്ഞതുമാണ്? വേണു, ഇത്തരം പേടകങ്ങൾ അയച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ സ്ഥാനങ്ങൾ ഓരോ സമയത്തായി മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷേ ഈ ലഗ്രാഞ്ച് പോയിന്റുകളുടെ ഒരു ഗുണം, അവിടെ അത്തരം മാറ്റങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം അവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ ഇത് സൂര്യനെ ഭൂമിയുടെ അതേ വേഗത്തിൽ, ഭൂമി ഏത് വേഗത്തിലാണോ സൂര്യനെ ചുറ്റിക്കറങ്ങുന്നത് അതേ വേഗത്തിൽ ഈ ലഗ്രാഞ്ച് പോയിന്റിൽ സൂര്യനെ വലം വയ്ക്കാൻ ഈ പറയുന്ന പേടകങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഇടതടവില്ലാതെ, ഒരു തടസ്സങ്ങളുമില്ലാതെ കൃത്യമായി പേടകത്തിന് സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതുകൊണ്ട് ഇതിനെ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലേക്ക് മാറ്റേണ്ടതില്ല. ഒരു ഹാലോ ഓർബിറ്റിലേക്കാണ് ഇത് പോകുന്നത്. അത് ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് L1 ചുറ്റുമുള്ള ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയി അനുഭവപ്പെടുന്ന ആ മേഖലയിലുള്ള ഒരു ഹാലോ ഓർബിറ്റിലേക്കാണ് ഈ പറയുന്ന പേടകം പോവുക. അതിനുശേഷം അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ്, ആ ഹാലോ ഓർബിറ്റിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് ഈ പേടകം ഇനി സൂര്യനെ നിരീക്ഷിക്കാൻ പോകുന്നത്. ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ, ഒരുപക്ഷെ ഈ ഭൗതികശാസ്ത്ര ലോകം തന്നെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരുപാട് പുതിയ പഠനങ്ങൾക്ക് ഇനി എന്താണ് പറയുക, ഒരു നാഴികക്കല്ലാവുകയാണ്. ആ പഠനങ്ങൾ വഴി പുറത്തു വരുന്ന വിവരങ്ങൾ അത് ഏറ്റവും ക്രൂഷ്യലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും വരുന്ന കാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ താപവികിരണങ്ങൾ അത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നേരത്തെ പോയി പഠിക്കുകയാണ്. അപ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, എവിടെ വെച്ചാണ് ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ 15 ലക്ഷം കിലോമീറ്ററിലേക്ക് വരുമ്പോൾ എന്താണ് കാന്തിക തരംഗത്തിൻ്റെ, അതായത് സോളാർ കാന്തിക തരംഗത്തിൻ്റെ സ്വഭാവം എന്താണ്, അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം പഠിക്കുന്ന പേലോഡുകൾ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പേലോഡുകൾ ഇവിടെ ഉണ്ട്, ഈ ആദിത്യ L1 ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടങ്ങിയത് ആ പേലോഡുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെൽക്ക് എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്. വിസിബിൾ എമിഷൻ കൊറോണ ലൈൻ ഗ്രാഫ് എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് പരത്തുന്ന കൊറോണ വൈറസ് അല്ല, പകരം ഈ സൂര്യൻ്റെ ഏറ്റവും പുറംപാളിയെ, ഈ കാന്തിക തരങ്ങളും ഈ പറഞ്ഞ താപവികിരണങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന ആ പാളിയെ പറയുന്ന പേരാണ് കൊറോണ. അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക. അവിടെ നിന്നാണ് ഈ പറയുന്ന എമിഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. അതിനെ കൃത്യമായി നിരീക്ഷിക്കുക, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കുക, അത് ഭൂമിയിലേക്ക് എത്തുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാമാണ് ആ പേലോഡ് ചെയ്യുക. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്യൂട്ട് എന്ന് പറയും. അത് ഈ സോളർ അൾട്രാ വയലറ്റ് ഇമേജ് ടെലിസ്കോപ്പാണ്. കൃത്യമായി വളരെ സൂക്ഷ്മമായി സൂര്യൻ്റെ ചിത്രം പകർത്തുക എന്നതാണ് അതിൻ്റെ ധർമ്മം. ഞാൻ നേരത്തെ നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ് അത്തരം ചിത്രങ്ങൾ. ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഈ പറയുന്ന സ്യൂട്ട് എന്ന് പറയുന്ന പേലോഡ് അത്തരം ഇമേജുകൾ പകർത്തിയിരുന്നു. അങ്ങനെ അത് ക്രോഡീകരിച്ചെടുത്ത സൂര്യൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സ്റേ ഫോട്ടോഗ്രാഫ് അത് ISRO തന്നെ പുറത്തുവിട്ടതാണ്. അത് ഒരുപാട് പഠനങ്ങൾക്ക് സഹായകമാകുന്നതാണ് എന്ന് തന്നെ നമുക്ക് കരുതിയിരിക്കുന്നു. മറ്റൊന്ന് ആസ്പെക്ട്സ് എന്ന് പറയുന്ന മറ്റൊരു പേലോഡ് ഉണ്ട്. അത് ഈ പറയുന്നത് പോലെ ഒരു പാർട്ടിക്കിൾ എമിഷൻ എക്സ്റേ ഉപയോഗിച്ചുള്ള ഒരു പഠനമാണ്. ആസ്പെക്ട്സ് എന്ന് പറയും. അതും ഈ പറയുന്ന ആദിത്യ L1 എന്ന് പറയുന്ന പേടകത്തിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേലോഡുകളുണ്ട്. 7 ആകെയുണ്ട്. അതിൽ 4 സൂര്യനെ കുറിച്ച് പഠിക്കാൻ, 3 ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ച് കൂടി പഠിക്കുന്നുണ്ട് ആദിത്യ L1 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി പ്രത്യേകമായ മാഗ്നറ്റോമീറ്റർ ഉണ്ട്. മറ്റൊന്ന് ഈ സോഫ്റ്റ് എക്സ്ട്രോ സ്പെക്ട്രോമീറ്റർ ഉണ്ട്, ഹാർഡ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേലോഡുകൾ ഈ ആദിത്യ L1 ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അറിയാനുള്ളത്, ഈ 5 വർഷക്കാലം ISROയുടെ ആദിത്യ L1 എന്ന് പറയുന്ന പേടകം അത് പുറത്തുവിടുന്ന വിവരങ്ങൾ അത് ശാസ്ത്രലോകത്തിന് എത്രമാത്രം മുതൽക്കൂട്ടാകും എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, ചന്ദ്രയാൻ ദൗത്യത്തിലുടനീളം ഈ ഇന്ത്യ കൈവരിച്ച, ISRO കൈവരിച്ച ആ മുന്നേറ്റം, അത് പുറത്ത് വിട്ട പുതിയ വിവരങ്ങൾ, ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ പക്കലുണ്ട്. ഇപ്പോൾ ഇതാ ചന്ദ്രന് ശേഷം സൂര്യനെ കുറിച്ച് പഠിക്കാൻ ISRO പോകുന്നു. ഇനിയുള്ള 5 വർഷക്കാലം ആ പഠനത്തിലായിരിക്കും ISRO ഉണ്ടാവുക. എനിക്ക് പിറകിൽ കാണുന്നത് പോലെ ഇതാ ഈ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രൻ, അത് നമുക്കറിയാം ഭൂമിയിൽ നിന്നും ഏതാണ്ട് 3.6 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടെ
പോയി വിജയിച്ച ശേഷമാണ് അതിനേക്കാൾ കൂടുതലുള്ള ഒരു ദൂരത്തേക്ക് 15 ലക്ഷം കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു പേടകത്തെ ഇന്ത്യ അയച്ചത്. അത് തന്നെ വലിയൊരു നാഴികക്കല്ലാണ്. 3.6 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിലേക്ക് നമ്മളൊരു പേടകത്തെ അയച്ചു, കൃത്യമായി അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചു, അവിടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷമാണ് അതും കടന്നു പോകുന്ന മറ്റൊരു മേഖലയിലേക്ക് ഇപ്പോൾ മറ്റൊരു പേടകത്തെ എത്തിച്ചത്. ഈ ഗ്രാഫിക്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരത്തെ വേണു പറഞ്ഞു മറ്റ് തടസ്സങ്ങളില്ലാതെ നമുക്ക് സൂര്യൻ നിരീക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്നു. എന്താണത് എന്ന് വളരെ എളുപ്പത്തിൽ പറയാം. ഈ ഗ്രാഫിക്സിൽ നോക്കുക, അവിടെ നമുക്ക് കാണാം ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രൻ. അത് 3.6 ലക്ഷം കിലോമീറ്റർ അകലെ മാത്രമാണ്. പക്ഷേ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന L1 എന്ന് പറയുന്ന ആ പൊസിഷൻ 15 ലക്ഷം കിലോമീറ്റർ വെളിയിലാണ്. അതായത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, പക്ഷേ ഒരു കാരണവശാലും ഈ പറയുന്ന L1 അത്രയും എത്തില്ല. അതായത് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്ന L1 നിന്നും പിന്നീട് അങ്ങോട്ട് സൂര്യൻ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ മറ്റു ഗോളങ്ങൾ ഒന്നും തന്നെ ഇല്ല, തടസ്സമായി വരില്ല. അതായത് ഒരു എക്ലിപ്സ് പോലും ഈ ഒരു ഭ്രമണം പോലെ ഒരു എക്ലിപ്സ് പോലും സൂര്യഗ്രഹണം പോലും ബാധിക്കില്ല ആദിത്യ L1 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു തടസ്സമേതുമില്ലാതെ 5 വർഷക്കാലം ഒരേ പാതയിൽ സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റുകൾ തെരഞ്ഞെടുത്തത്. അതിൽ L1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോൾ ആദിത്യ L1 എന്ന പേടകം സ്ഥിതി ചെയ്യുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ ഈ ഹാലോ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ട് സൂര്യനെ നിരീക്ഷിക്കുക, അതിന്റെ വിവരങ്ങൾ കൃത്യമായി ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വീണു പ്രജിൻ, ഈ തുടർന്നുള്ള ഈ സ്ഥിതി ഉറപ്പിക്കൽ, ഈ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വെല്ലുവിളി ഇനി നമ്മുടെ മുന്നിലുണ്ടോ? ഈ കാര്യത്തിൽ നാസ അടക്കം സഹായിക്കുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ടോ? മാത്രവുമല്ല, ഏതാണ്ട് 1 മാസത്തോളം എടുത്തേക്കാം കൃത്യമായൊരു സ്ഥാനം ഉറപ്പിക്കാൻ. എന്നിട്ടാകും സൂര്യനെ നിരീക്ഷിച്ചുള്ള സമഗ്രമായ പഠനത്തിലേക്ക് ആദിത്യ L1 കടക്കുക എന്നും പറയുന്നു. എന്തായിരിക്കാം ഇനി അടുത്തടുത്ത ഘട്ടങ്ങൾ? വേണോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ L1 എന്ന് പറയുന്ന ആ ഒരു മേഖലയെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. L1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണെന്ന്. എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ ഊന്നേണ്ടതുണ്ട്. കാരണം ആ പറയുന്ന പോയിന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് എന്താണ് ഗുണം? അതായത് സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം അത് 0 ആവുന്നു. അതുകൊണ്ട് എന്താണ് നമുക്ക് ലാഭം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുക. അതായത് ആ ബലത്തിലേക്ക് നമുക്ക് കൂടുതൽ ഫ്യൂവലിനെ കൊടുക്കേണ്ട, അതായത് ഒരു ബലം നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കൂടുതൽ ഫ്യൂൽ ഉപയോഗിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. പക്ഷേ ഇവിടെ 0 ആവുമ്പോൾ ഭൂമിയുടെയോ സൂര്യന്റെയോ വലിവില്ലാതെ നമുക്ക് നിലകൊള്ളാൻ സാധിക്കുന്നു, 0 ആയി മാറുന്നു. പിന്നീട് ആകെ വേണ്ടത് അടുത്ത 5 വർഷക്കാലം ഇതിനെ ജ്വലിപ്പിച്ച് ഇതിനെ വർക്ക് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഫ്യൂൽ മാത്രമാണ്. അങ്ങനെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട് വേണു. അതുകൊണ്ടാണ് ISRO ഈ ഒരു മേഖലയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. മറ്റൊന്ന് വേണു നേരത്തെ പറഞ്ഞു തന്നെയാണ്, മറ്റു തടസ്സങ്ങളില്ലാതെ ഇതിനിടയിൽ മറ്റു ഗോളങ്ങളോ ഒന്നും വരാതെ ഈ L1 എന്ന് പറയുന്ന പോയിന്റിൽ കൃത്യമായി നമുക്ക് സൂര്യൻ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ കളങ്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അതിന് പുറത്തേക്ക് വരുന്ന ജ്വാലയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാമാണ് 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയാം. ഇനി ഈ പറയുന്ന ഹാലോ ഓർബിറ്റ് എന്താണെന്ന് നോക്കാം. ഈ L1 എന്ന് പറയുന്ന ആ പോയിന്റിൽ ഗുരുത്വാകർഷണ ബലം 0 ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണ്. ആ 0 ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖല എത്രമാത്രമുണ്ട് അത്രയും ദൂരം ഈ പേടകത്തിന് സഞ്ചരിക്കാം. ആ ദൂരത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സൂര്യന്റെയോ ഭൂമിയുടെയോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടാം, ചെറുതായിട്ടെങ്കിലും. അതുകൊണ്ട് അതുപോലും മൈന്യൂട്ടായിട്ട് ഒഴിവാക്കാനാണ് ഈ കാലതാമസം. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഹാലോ ഓർബിറ്റിലേക്ക് നമുക്ക് ഇതിനെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയും. പിന്നീടുള്ള സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് സൂര്യനെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഭൂമിയുടെ അതേ വേഗത്തിൽ സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അതിനെ നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വേണം പ്രജിൻ, ഇപ്പോൾ 7 പേലോഡുകൾ, അതും തദ്ദേശീയമായി വികസിപ്പിച്ച പേലോഡുകളാണ് ഈ പേടകത്തിലുള്ളത്. 4 എണ്ണം സൂര്യ പഠനത്തിന്, പിന്നെ 3 എണ്ണം ലഗ്രാഞ്ച് 1ന്റെ സവിശേഷത പഠിക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒരേ സമയം, എന്താണ് ലഗ്രാഞ്ച് 1 അതിൻ്റെ സവിശേഷത, അതേസമയം തന്നെ സൗരദൗത്യം, രണ്ടും ഒരേപോലെ തന്നെ ലഭിക്കുക എന്നതാണോ ഇനി നാം പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഒരേ സമയത്ത് 2 പഠനങ്ങൾ നടത്തുക, ഒരേ ഡിവൈസിൽ നിന്നോ അല്ലെങ്കിൽ ഒരേ പേടകത്തിലുള്ള പേലോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 വ്യത്യസ്ത പഠനങ്ങൾ നടത്തുക, അത് രണ്ടും 2 സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു നാഴികക്കല്ലാണ്. അങ്ങനെ അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം അല്ലെങ്കിൽ ISRO ആയിരിക്കാം അങ്ങനെ ഒരു പഠനം നടത്തുന്ന ഒരേയൊരു ബഹിരാകാശ ഏജൻസി എന്ന് പറയാം. മറ്റിപ്പോൾ സൂര്യനെയൊക്കെ നിരീക്ഷിക്കാൻ നാസയുടെയൊക്കെ തന്നെ ഇതുപോലുള്ള പേടകങ്ങൾ ഈ ലഗ്രാഞ്ച് പോയിന്റുകളിൽ ഉണ്ട്. പക്ഷേ ഇത് ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചും പഠിക്കുന്നു,
പഠിക്കുന്നു, അതേസമയം സൂര്യന്റെ ഈ പറയുന്ന പ്രത്യേകതയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. ഈ പറയുന്ന ഗ്രാഫിക്സ് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഹാലോ ഓർബിറ്റ് എന്താണ്, ഭൂമിയിൽ നിന്ന് എത്രമാത്രം അകലെയാണ്, അവിടെ ഒരു ഹാലോ ഓർബിറ്റിൽ എങ്ങനെയായിരിക്കും ഈ പേടകം ചുറ്റിക്കറങ്ങുക എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ ഗ്രാഫ് സഹായകമാകും. നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ പറയുന്ന L1 എന്നുള്ള പോയിന്റിൽ കാണാം, അവിടെയാണ് ഇപ്പോൾ ആദിത്യ L1 ഉള്ളത്, അവിടെയാണ് ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. അവിടെ നിന്നാണ് സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ L1, L2, L3, L4 ഒക്കെ അവിടെ കാണാം. ആ പോയിന്റുകളിലെല്ലാം തന്നെ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണ്. അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന 0 ഫോഴ്സിൽ നമുക്ക് ഈ പേടകത്തെ സ്ഥാപിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്ത പോയിന്റ് എന്ന് പറയുന്നത് L1 ആണ്. 15 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയുള്ള ആ L1 നിന്നാണ് ഇപ്പോൾ ആദിത്യ ഇനി പഠനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. ശരി, പ്രജിൻ സി കണ്ണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ലഗ്രാഞ്ച് 1-ന് ചുറ്റുമുള്ള ഭ്രമണ പഥത്തിൽ കൃത്യമായി എത്തപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത 5 വർഷത്തിലധികം നീളുന്ന ദൗത്യത്തിലേക്കാണ് ISRO ചുവടുവയ്ക്കുന്നത്. സൗര ദൗത്യത്തിൽ വിജയകരമായ മുഹൂർത്തമാണ് രാജ്യത്തിന്